കേരളത്തിൻ്റെ തെരുവുനായ പ്രശ്നം എന്ന് പറയുന്നത് ജീവൻ അപഹരിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാട്ടിൽ ഇന്ന് അങ്കമാലിയുടെ ഒരു മലയോര മേഖല പറയുന്നൊരു ഗ്രാമപ്രദേശത്ത് ഒരു പുലിയുടെ ആക്രമണമുണ്ട്. പുലിപ്പേടിയിലാണ് ഒരു ഗ്രാമം മുഴുവൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നഗരത്തിൻ്റെ ഭാഗത്താണെങ്കിൽ തെരുവ് പട്ടി, മേഖലയിലാണെങ്കിൽ പുലി അല്ലെങ്കിൽ കാട്ടാന, ദിവസവും ഒരു കാട്ടാന പ്രശ്നം ഇല്ലെങ്കിൽ ഒരു വന്യജീവി പ്രശ്നം ഇല്ലാത്തതോ ഇനി ഒരു തെരുവുനായ കടിയേൽക്കാത്തതോ ആയിട്ട് ഒരു പത്രം പോലും ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ മൃഗങ്ങളുമായിട്ട് ഇത്രയേറെ അകന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. തെരുവ് പട്ടി പ്രശ്നത്തിനാണെങ്കിൽ ഒരു പരിഹാരവും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നു തെരുവ് പട്ടികളെ ഗുരുതരമായി പരിക്കേറ്റതിന്, രോഗം ബാധിച്ചതിനെ കൊല്ലാനുള്ള ഒരു നടപടി എടുക്കുന്നു. ആദ്യം തിരുവനന്തപുരത്താണ് അതിൻ്റെ സെൻറ്റർ തുടങ്ങുന്നത്, മേഴ്സി കില്ലിംഗ്. പിന്നെ അതുപോലെ തന്നെ ABC കൃത്യമായിട്ട് നടപ്പിലാക്കുക, അനിമൽ ബർത്ത് കൺട്രോൾ. പക്ഷേ ഇതൊക്കെ കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റും? ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം വേണ്ടേ? ഈ സത്യത്തിൽ കേരളത്തിൻ്റെ ഈ അനിമൽ ഇഷ്യൂ അല്ലെങ്കിൽ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ്, അതിലെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം നായ്ക്കളല്ലല്ലോ, സത്യത്തിൽ വന്യജീവികളാണ്. അത് ആനയായും പുലിയായും പന്നിയായും ഒക്കെ വന്നിട്ട് മനുഷ്യനെ പച്ചക്ക് കൊന്നിട്ട് പോകുന്ന അനുഭവങ്ങളാണ് ധാരാളമായിട്ട്. അപ്പോൾ അതിന് പരിഹാരമാണ് ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത്. കാരണം അതാണ് ഏറ്റവും മാരകമായിട്ട് ഭീകരമായിട്ടുള്ളത്. ഇപ്പോൾ ഒരു പട്ടിയുടെ കടിയേറ്റാൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് അടിയന്തരമായി ചികിത്സയെങ്കിലും ലഭ്യമാണ്. മറ്റേത് ചികിത്സക്ക് ആളെ ബാക്കി വെക്കില്ല. അപ്പോൾ ഈ വന്യജീവികളുടെ ആക്രമണം പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയി നിലനിൽക്കുമ്പോൾ അതിന് പരിഹാരം എന്ത് എന്ന് വലിയ തോതിൽ ദേശീയ തലത്തിൽ തന്നെ ആലോചിക്കുമ്പോൾ ഈ ദേശീയ നിയമത്തിലുള്ള ഒരു പഴുതിനെ കേരള നിയമമാക്കി മാറ്റി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പരിഷ്കാരം വന്നിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഈ ദയാവധം എന്ന് പറയുന്നത്. അപ്പോൾ തെരുവ് നായ്ക്കൾക്ക് ഇത് പരിഹാരമാണോ? അപ്പോൾ അതിൻ്റെ ദയാവധം രണ്ട് കാര്യമാണ്. ഒന്ന്, ഇപ്പോൾ ഒരു മൃഗ ഡോക്ടർ വിധി എഴുതിയാൽ ഒരു പട്ടി പേപ്പട്ടിയാണ് എന്ന് വിധി എഴുതിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗിയുടെ ബ്ലഡോ സിറം ഒക്കെ പരിശോധിച്ചിട്ട് അത് വിധി എഴുതി കഴിഞ്ഞാൽ ആ പട്ടിയെ വെടിവെച്ച് കൊല്ലാം. മീൻസ് ആ പട്ടിയെ നിരുപാധികം കൊല്ലാം. അത് ആ പട്ടിയോടുകൂടി കാണിക്കുന്ന ദയാണ്. കാരണം റാബീസ് അറിയാലോ, പേവിഷബാധ ഒരു രോഗത്തിൻ്റെ അവസ്ഥ മെച്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യന് പോലും വളരെ ഭീകരമായ അവസ്ഥയിലെത്തും. അപ്പോൾ പട്ടിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ കൊല്ലാം എന്നാണ് ഒന്ന്. രണ്ട്, ഈ പട്ടികളുടെ എണ്ണം കുറക്കലാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്നാണ്. അതാണ് ഇപ്പോൾ ഈ അനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും ശാശ്വതമായ പരിഹാരമാണോ എന്ന ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ശാശ്വതമായ പരിഹാരം കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സ്ഥിതിയിൽ ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നതൊരു സംശയാസ്പദമായ കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഈ പട്ടികളൊക്കെ തന്നെ വളർത്തുമൃഗങ്ങളായിരുന്നല്ലോ, വന്യമൃഗങ്ങളല്ലല്ലോ. പട്ടി അക്ഷരാർത്ഥത്തിൽ മനുഷ്യനെ സ്നേഹിച്ചും മനുഷ്യൻ്റെ ലാളനയേറ്റും മനുഷ്യൻ്റെ സംരക്ഷണം ഏറ്റെടുത്തും മനുഷ്യൻ്റെ ജീവനും സ്വത്തും കാത്തു സൂക്ഷിച്ചും ഒക്കെ നിന്ന ജീവികളാണ്. സഹജീവികളായിരുന്നു, ശരിക്ക് മനുഷ്യൻ്റെ സഹജീവികളായിരുന്നു പട്ടി. ആ കൾച്ചറിനെ എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്? ഒന്ന്, നമുക്ക് നാട്ടുപട്ടികൾ വേണ്ടാതായി, പട്ടികൾ നമുക്ക് കാഴ്ച വസ്തുക്കളായി. അപ്പോൾ നല്ല അലങ്കാര പുഷ്പം പോലെ കൊണ്ടുവന്ന് കൂട്ടിലിട്ടും ഉമ്മറത്തും ഒക്കെ പ്രദർശിപ്പിക്കാവുന്ന പട്ടികൾ മതി. അത് വലിയ വില കൊടുത്ത് വാങ്ങുകയും വലിയ ചെലവിൽ അതിനെ പോറ്റുകയും ചെയ്യുന്നൊരവസ്ഥ വന്നു. ഈ തെരുവ് പട്ടികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ തെരുവ് നായ്ക്കൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ പട്ടികളെ ആർക്കും വേണ്ടാതായി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിനകത്തുണ്ടായിരുന്ന അമ്മയെ ആരാണ് നടതള്ളിയത് എന്ന ചോദ്യം പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിനകത്ത് സ്നേഹപൂർവ്വം വളർന്നിരുന്ന ഈ പട്ടികൾ എപ്പോഴാണ് നമുക്ക് തെരുവ് പട്ടികളായത്? ആരാണ് വീട്ടുപട്ടികളെ തെരുവ് പട്ടികളാക്കിയത്? അങ്ങനെയുള്ള ചോദ്യമാണ് ബേസിക് ആയിട്ടുള്ള ചോദ്യം. പ്രിയൻ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, മലയാളത്തിലെ ഏറ്റവും മനോഹരമായ കഥകൾ രചിക്കപ്പെട്ടത് പട്ടിയെക്കുറിച്ചാണ്. ഇപ്പോൾ MP നാരായണപിള്ളയുടെ ഒരു നോവല് തന്നെ ഉടനീളം ഒരു പട്ടിയെക്കുറിച്ചാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ ഒരു നായയാണ് അതിൻ്റെ കേന്ദ്ര കഥാപാത്രം. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോൾ ലയിക്ക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണത്? മനുഷ്യൻ്റെ ജീവിതത്തെ മനുഷ്യനേക്കാൾ സ്വാധീനിച്ചൊരു ജീവിയായതുകൊണ്ടാണ്. അതിനെ നമ്മൾ തെരുവിലേക്ക് തള്ളി ആർക്കും വേണ്ടാതാക്കി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പോയി എങ്കിൽ തന്നെ അതിന് ആവാസ വ്യവസ്ഥയുണ്ടോ? എപ്പോഴാണ് നമ്മുടെ പട്ടികൾ നമ്മുടെ കൺട്രോളിലല്ലാതെ പോയത്?
പട്ടികൾ എപ്പോഴാണ് തെരുവിലൂടെ നടന്നു പോകുന്ന കുട്ടികളെ അവർക്ക് ചുറ്റും സ്നേഹപൂർവ്വം കളിച്ച് നടന്നിരുന്ന പട്ടികൾ എപ്പോഴാണ് നമ്മുടെ കുട്ടികളെ കണ്ടാൽ കടിച്ചു കീറാൻ തുടങ്ങിയത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അതിന് 2 കാരണമാണ് ഞാൻ കാണുന്നത്. ഒന്ന്, നമ്മുടെ വെളിസ്ഥലങ്ങളില്ലാതായി. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇഷ്ടം പോലെ പുഴവക്കത്തും ഒക്കെ ഒഴിഞ്ഞ പറമ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു, കാവുകൾ ധാരാളം ഉണ്ടായിരുന്നു. ആരുടെയും ശല്യമില്ലാതെ അവർക്ക് ഇഷ്ടം പോലെ മേഞ്ഞു നടക്കാവുന്ന, സ്വൈരവിഹാരം നടത്താവുന്ന, ഇഷ്ടം പോലെ ഇണചേരാവുന്ന ധാരാളം സൗകര്യങ്ങളുണ്ടായിരുന്നു അവർക്ക്. ഇപ്പോൾ അവർക്ക് ആവാസ വ്യവസ്ഥ ഇല്ലാതായി. ഒഴിഞ്ഞ പ്രദേശമില്ല, എല്ലാം നമ്മൾ കോൺക്രീറ്റ് ഇട്ട് നികത്തി. അപ്പോൾ അതാണ് നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായും നമ്മുടെ പുതിയ ആഡംബര ജീവിതത്തിൻ്റെ ഭാഗമായും ഒക്കെ നമുക്ക് വെളിമ്പറമ്പുകൾ ഇല്ലാതായി. 1. 2, വീടുകളിൽ നമ്മൾ വളർത്തിയിരുന്നവർക്ക് കൃത്യമായി അവർക്കൊരു ചോറ്റുപാത്രം ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പാത്രം ഉണ്ടായിരുന്നു. പട്ടിയുടെ മുമ്പിൽ എവിടെയും അവൻ അലഞ്ഞടക്കേണ്ടതില്ല, ആരുടെയും മോഷ്ടിക്കേണ്ടതില്ല. അവൻ്റെ മുമ്പിൽ ഭക്ഷണം വരുമായിരുന്നു സമയത്ത്. വിശന്നാൽ അവൻ ചെറിയൊരു മോങ്ങൽ കൊണ്ട് നമ്മുടെ വീട്ടമ്മമാർക്ക് അത് മനസ്സിലായിരുന്നു. അതിന് പകരം ഇപ്പോൾ അവന് ഭക്ഷണം കിട്ടാതായി. അവൻ ഭക്ഷണം കിട്ടുന്ന എവിടുന്ന? അവൻ ഈ വെളിമ്പറമ്പുകളിലാണ് അവന് ഭക്ഷണം. വെളിമ്പറമ്പുകൾ കിട്ടുന്ന ഭക്ഷണം എന്താണ്? മാലിന്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ? പ്രത്യേകിച്ച് ബയോ വേസ്റ്റുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കോഴിക്കടകൾ ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ, ഹോട്ടലുകളുടെ വേസ്റ്റുകൾ, ഇങ്ങനെ വേസ്റ്റുകൾ നിക്ഷേപിക്കേണ്ടടുത്ത് നിക്ഷേപിക്കാതെ, വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താതെ ഈ വേസ്റ്റുകൾ കൊണ്ടുപോയി വെളിമ്പറമ്പുകളിലും റോഡ് സൈഡുകളിലും നിക്ഷേപിക്കുമ്പോൾ വിശക്കുന്ന പട്ടിക്ക് കിട്ടാനുള്ളത് ഇത്തരം വേസ്റ്റുകൾ. 1, വേസ്റ്റുകളാണ്. 2, ഈ വേസ്റ്റിൽ പലപ്പോഴും മാംസത്തിൻ്റെ അംശങ്ങളാണ് കൂടുതൽ. ഈ മാംസം പലതും നമ്മൾ ബ്രോയിലർ പോലുള്ള മാരകമായ രാസവസ്തുക്കൾ കലർന്ന ഭക്ഷണങ്ങളാണ്. അത് കഴിക്കുമ്പോൾ ഇവൻ അബ്നോർമലാവുന്നു. അതായത് സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾ ബ്രോയിലർ ചിക്കൻ കഴിച്ചാൽ നമ്മുടെ കുട്ടികൾ അനാവശ്യമായി തടിക്കുകയുള്ളൂ എന്ന് വിചാരിക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രായത്തിലതീതമായ വളർച്ച ഉണ്ടാകുന്നു എന്ന് പറയാം, ഒബേസിറ്റി വരുന്നു എന്ന് പറയാം. അതിന് പകരം പട്ടിക്കൊരു പക്ഷേ ഇതുണ്ടാക്കുന്ന ഭ്രാന്താവാം. അതുകൊണ്ട് നാട്ടുംപുറത്തെ പട്ടി തെരുവിലെത്തുമ്പോൾ, വെളിമ്പറമ്പുകളില്ലാതാവുമ്പോൾ, വെളിമ്പറമ്പുകളിൽ നിന്ന് അവന് കിട്ടുന്ന, വെളിമ്പറമ്പുകളിൽ അല്ലെങ്കിൽ തെരുവിൽ നിന്ന് അവന് കിട്ടുന്ന ഭക്ഷണം മനുഷ്യന് പോലും മാരകമായ തരത്തിലുള്ള വിഷാംശം കലർന്നതാകുമ്പോൾ ഇവന് കിട്ടുന്ന ഭക്ഷണം അവനെ ഭ്രാന്തനാക്കുന്നത് പോലും ആകാം. അങ്ങനെ ആവാം ഈ ഭ്രാന്തുണ്ടാക്കുന്നത്. അങ്ങനെ ഒരു പട്ടിയെ നമ്മളിപ്പോൾ വേണമെങ്കിൽ അങ്ങനെ പട്ടിയെ ഒക്കെ ദയാവധം ചെയ്യാൻ തുടങ്ങിയാൽ പട്ടികളില്ലാതാവും. 1. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ കൂടെ നമ്മൾ ABCയും കൂടി തുടങ്ങിയാലോ? കാണുന്ന പട്ടികളെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ബർത്ത് കൺട്രോൾ, പെണ്ണാണെങ്കിൽ അതിനെ ബർത്ത് കൺട്രോൾ നടത്തിക്കഴിഞ്ഞാൽ, നിർബന്ധിച്ച് കുടുംബാസൂത്രണം നടത്തിക്കഴിഞ്ഞാൽ പട്ടികളില്ലാതാകും. പട്ടികളുടെ ഒരു വംശഹത്യ നമുക്ക് നടത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് നാടിന് എന്ത് ഗുണമുണ്ടാകും? അല്ലെങ്കിൽ നമ്മുടെ ഇക്കോളജിക്കൽ ബാലൻസ് എങ്ങനെ തെറ്റും? പട്ടിയുടെ റോളുണ്ട് ഈ സമൂഹത്തിൽ. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മണ്ണിരക്ക് അതിൻ്റെ റോളില്ലേ? കൊതുകിന് അതിൻ്റെ റോളില്ലേ? ഓരോ ജീവിക്കും ഈ സമൂഹത്തിൽ, ഈ പ്രകൃതിയിൽ അതിൻ്റെ ദൗത്യം നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ പ്രകൃതിദത്തമായ അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ, ജൈവികമായ അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ ആ ജീവി ഇല്ലാതാകും. ഒരു ജീവിയെ വംശഹത്യ ചെയ്ത മറ്റൊരു ജീവിവർഗമായി മനുഷ്യൻ മാറും എന്നതാണ് 1. രണ്ടാമത്, അപ്പോഴും പട്ടിയുടെ ശല്യമേ തീരുന്നുള്ളൂ. കാട്ടിനകത്തുനിന്ന് മനുഷ്യൻ ഇറങ്ങി വരുന്നത് എങ്ങനെ? നമ്മുടെ മുഖ്യമന്ത്രി ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ കാട്ടിനകത്ത് ജീവികൾ ഇങ്ങനെ പെരുകിയിട്ടാണ്. കാട്ടിനകത്ത് എണ്ണം പെരുകിയിട്ടല്ല. ഇപ്പോൾ ആനയും കടുവയും പുലിയും ഒന്നും എണ്ണം പെരുകിയിട്ടല്ല, അതും വംശനാശം നേരിടുകയാണ്. ഇത്തരം ജീവികളൊക്കെ തന്നെ എണ്ണത്തിൽ കുറഞ്ഞു വരികയാണ്. നമ്മുടെ വേട്ടക്കാരും നമ്മുടെ ടൂറിസ്റ്റുകളും ചെന്നിട്ട് ഈ പാവങ്ങളെ നശിപ്പിക്കുകയാണ്. അവർക്ക് കാട്ടിനുള്ളിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിച്ച, വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന സാധനങ്ങൾ അവർ കഴിക്കുകയാണ്. പലപ്പോഴും ബോംബുകളാണ് ഭക്ഷിക്കുന്നത്. അങ്ങനെ തകർന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ ധരിക്കുന്നത് കാട്ടിനകത്ത് എണ്ണം കൂടിയിട്ടാണ് അവർ പുറത്തിറങ്ങുന്നതെന്നാണ്. ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ കാട്ടുകള്ളന്മാരാണ്, കാട്ടുകൊള്ളക്കാരാണ് വേണ്ടി വീരപ്പന്മാരുണ്ടായിരുന്നെങ്കിൽ ഈ നാട് രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിമാരാണ്. ഇവർക്കൊക്കെ സത്യത്തിൽ ഈ ഭൂലോകത്തെ, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തുന്ന ഈ ജീവികളുടെ ഒരു സമുച്ചയമുണ്ടല്ലോ, മനുഷ്യനെ പോലും നിലനിർത്തുന്നത് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഈ പ്രകൃതിയുടെ ബാലൻസ് നിലനിർത്തുന്ന ജീവികളാണ്. ആ ജീവികളോടുള്ള നമ്മുടെ സമീപനം മൗലികമായിട്ട് കാഴ്ചപ്പാടാണ് വേണ്ടത്. നമുക്കൊരു വ്യവസായ നയമുള്ളതുപോലെ നമുക്ക് ഒരു പ്രകൃതി നയത്തിൽ തന്നെ മണ്ണിനോട് പോരാ. ഈ മണ്ണിലെ കൊച്ചു ജീവികൾ തൊട്ട്, മണ്ണിര തൊട്ട് വന്യജീവികൾ വരെയുള്ള ജീവികളോട് വേണം. നമുക്കൊരു ഫോറസ്റ്റ് നയം വേണം, ഒരു കാട് നയം വേണം. അങ്ങനെ വേണം നമുക്ക് ഈ നായ്ക്കളെയും തെരുവ് പട്ടികളെയും കാണാൻ. തെരുവ് പട്ടികളെ നമ്മുടെ സഹജീവിയായി കാണാൻ കഴിയാത്ത കാലത്തോളം
ഇമാതിരി ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത് ശാശ്വതമായ പരിഹാരമാകുമെന്ന്. ജനങ്ങളുടെ ഒരു ക്ഷോഭം തണുപ്പിക്കാൻ തൽക്കാലം വെടിവെച്ച് കൊല്ലാനൊക്കെ അത് വേണമെങ്കിൽ ഒരു എളുപ്പമുണ്ട്. നമ്മുടെ വഴിയോരത്തുള്ള പട്ടികൾക്കൊക്കെ ഈ രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ നാട്ടിലെ ഒരു അനിമൽ എന്താ പറയുക, ഒരു മൃഗ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഏത് പട്ടിയെയും മനുഷ്യന് ഇഷ്ടം പോലെ കൊല്ലാൻ പറ്റും. അങ്ങനെ പട്ടിയുടെ വംശനാശം സംഭവിക്കും എന്നതാണ് ഫലം. ആത്യന്തികമായ ഫലം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണ് എന്ന് ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് ഗവൺമെൻറ് മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് തീരുമാനിക്കേണ്ടതിൽ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ വേണം, ഇവിടുത്തെ ഡോക്ടർമാർ വേണം, പ്രകൃതി സ്നേഹികൾ വേണം, സാമൂഹ്യ പ്രവർത്തകർ വേണം, പരിസ്ഥിതി പ്രവർത്തകന്മാർ വേണം. അവരെല്ലാവരും കൂടി ചേർന്ന ഒരു വിദഗ്ധ സമിതി ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് ദയാവധം നടത്താൻ തീരുമാനിച്ചാൽ തൽക്കാലം കുറേ ജീവികൾ കൊന്നു തീർക്കാൻ പറ്റും എന്നതല്ലാതെ ഒരു പരിഹാരമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.